അബ്ദുല്ലാഹിബ്നു മുബാറക് പറയുകയാണ്, അള്ളാഹു തന്നെയാണ് സത്യം. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഉടനെ ശക്തമായ മഴ പെയ്യുകയായി. പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല, ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ആളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ തിരിച്ചു വിളിക്കണേ റബ്ബേ. ഫഖറ മയ്യിത്തൻ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതും ആ മനുഷ്യൻ അവിടെ മരണപ്പെട്ടു. റബ്ബ് നമ്മുടെ തൊട്ടരികിലുണ്ട്, റബ്ബ് സമീപസ്ഥനാണ്. ജനങ്ങൾക്ക് വിലയില്ല എന്നതുകൊണ്ട് റബ്ബ് വില നൽകാതിരിക്കുകയില്ല, ജനങ്ങൾക്കിടയിൽ സ്ഥാനമില്ല എന്നതുകൊണ്ട് റബ്ബ് സ്ഥാനം നൽകാതിരിക്കുകയില്ല. റബ്ബിന്റെ അരികിൽ നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ആ റബ്ബ് നമ്മളെ അടിമ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ അടിമക്ക് ഞാൻ ഉത്തരം നൽകും. പ്രാർത്ഥിക്കാൻ ഉസ്താദ് വേണമെന്നില്ല, പ്രാർത്ഥിക്കാൻ ഉസ്താദ് വേണമെന്നില്ല. മരിച്ചിടത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഉസ്താദാണ്. കല്യാണ വീട്ടിൽ ഉസ്താദ് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥനയാകൂ. ഉസ്താദിന്റെ പ്രാർത്ഥനയേക്കാൾ റബ്ബിന്റെ അരികിൽ സാധാരണക്കാരനായ ദുർബലനായ ദഈഫായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പക്ഷേ സ്ഥാനമുണ്ടാകും. റബ്ബ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും. നിങ്ങളുടെ ഹൃദയങ്ങളാണ് റബ്ബ് നോക്കുന്നത്. നിങ്ങളുടെ സാലറി എത്രേ റബ്ബിന്റെ വിഷയമല്ല. നിറം കറുത്തതോ വെളുത്തതോ റബ്ബ് പരിഗണിക്കുന്നതല്ല. തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ, അതിസമ്പന്നനാണോ ദരിദ്രനാണോ, ഇതൊന്നും റബ്ബിന്റെ അരികിൽ പരിഗണനീയമല്ല. റബ്ബ് നോക്കുന്നത് ഹൃദയമാണ്. റബ്ബ് നോക്കുന്നത് നമ്മുടെ അമലുകളാണ്. ആ അമലിന്റെ അടിസ്ഥാനത്തിലാണ് റബ്ബ് നമ്മളെ പരിഗണിക്കുക.